അച്ഛലാ, ഈ വീട്ടിൽ എന്നോട് മാത്രം ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നത് ശരിയാണോ കൃഷ്ണ? കോൺട്രാക്ട് ലൈസൻസ് എടുത്തിട്ട് 3 കൊല്ലമായി കൃഷ്ണ. ഈ 3 കൊല്ലവും ദിവസേന നിന്നെ മുടങ്ങാതെ ഞാൻ ദർശിക്കുന്നു കൃഷ്ണ, പ്രാർത്ഥിക്കുന്നു കൃഷ്ണ. ഒരു വലിയ പാലം, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഒന്നുമില്ലെങ്കിൽ ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ഇങ്ങനെ കൊള്ളാവുന്ന ഒരു കോൺട്രാക്ട് പോലും എനിക്ക് ഒത്തു കിട്ടുന്നില്ലല്ലോ കൃഷ്ണ. കലുങ്ക് നന്നാക്കലും റോഡ് ടാറിടിയിലും കൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കും കൃഷ്ണ? കൃഷ്ണ, കൃഷ്ണൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് കൃഷ്ണ. സിനിമാ തിയേറ്ററുകൾ സമരത്തിലാണെന്നും പറഞ്ഞ് ചെയ്ത പണിയുടെ ചെക്കുകൾ ഒന്നും മാറി കിട്ടുന്നില്ല കൃഷ്ണ. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണ്ടേ കൃഷ്ണ? ഇന്നലെയല്ലേ കൃഷ്ണ ഞാൻ ഗോപിയുടെ കയ്യിൽ 1000 രൂപ കൊടുത്തത്? അവനോട് ഇങ്ങനെ ചെലവാക്കാനെ വഴിയാധാരമാക്കരുതെന്ന് പറയൂ കൃഷ്ണ. തൊഴിലാളികളോട് ആഹാരം കുറച്ച് കഴിക്കാൻ പറയൂ കൃഷ്ണ. കെട്ടിയ കലുങ്കളൊന്നും ഇനി പൊളിക്കല്ലേ കൃഷ്ണ. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഭക്തവത്സല കൃഷ്ണ, ഭഗവാനെ, ഭക്തവത്സല. വെളിച്ചയായിപ്പോ തുടങ്ങിയതാ. മനുഷ്യന് ചെവിതല കെട്ടിരിക്കാൻ വയ്യ. ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ കൃഷ്ണ. ഓ, കൃഷ്ണൻ ഇപ്പൊ അങ്ങ് പുഴുങ്ങി കൊടുക്കും. ഈ റോഡ് പണിയുടെ തിരക്ക് കഴിഞ്ഞാൽ ഉടനെ അവനോട് ഈ നിലവിളി ഒന്ന് നിർത്താൻ പറയുന്നേ. വന്നോളാം ഗുരുവായൂരപ്പ. ഏയ്, വ്യായാമം നല്ലതാ, ചെയ്തോട്ടെ. അവനവന്റെ മനസ്സ് നന്നാവാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വന്തം ചേട്ടനോട് അവൻ അസൂയം വൈരാഗ്യവും, പിന്നെ എങ്ങനെ നന്നാവും? ഇന്നാൾ അവൻ പറയുവാ, അച്ഛനെ കൊണ്ട് താഴത്തിലത്തെ നെൽപ്പാടം വിപ്പിച്ചിട്ട് അത്രയും നിങ്ങൾ കോൺട്രാക്ടർ ആയതെന്ന്. അതിന് കുടുംബസ്വത്ത് അങ്ങനെ ഒരാളിന് മാത്രം വിഴുങ്ങാനുള്ള അല്ലെന്ന്. അങ്ങനെ അവൻ പറഞ്ഞു. പിന്നെ ഞാൻ സ്വപ്നം കണ്ടു. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് അവന് വേണ്ടി വെക്കാൻ അച്ഛനോട് അവൻ പറയാത്ത എന്താ? നിങ്ങൾ ഇന്ന് ചോദിക്കേ. എനിക്ക് വേറെ ജോലിയില്ലേ? ഞാൻ തൊലക്കിയില്ലാന്ന് അച്ഛന് നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ട് വിറ്റു. ഇവനാണെങ്കിൽ തൊലച്ച് കുളം തോണ്ടെന്ന് അച്ഛനറിയാം. ഇവൻ കാരണം അച്ഛന് തലയുയർത്തി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? സർവത്ര കള്ളപ്പണിയാണ്. അളിയൻ ഈ മുനിസിപ്പാലിറ്റി സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചോണ്ടിരിക്കുകയാണ് ഈ ചെകുത്താൻ കാരണം. ഇനി ഇപ്പൊ കൂടുതൽ വിസ്തരിച്ച് എന്നെ കേൾപ്പിക്കണ്ട, എനിക്കറിയാം. പോയി കുളിച്ചാട്ടെ. തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. എന്നെയാ പഠിപ്പിക്കാൻ വരുന്നത്. ആ പവിത്രൻ ഏതാണ്ടൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. എന്താന്ന്? ചെക്കെന്നോ ബില്ലെന്നോ നിങ്ങൾക്കതങ്ങ് പാസ്സാക്കി കൊടുത്തുകൂടെ? എന്നിട്ട് കലുങ്ക് പൊളിയുമ്പോ ഞാൻ തോന്നിക്കോണം. നിന്റെ അനിയന്റെ ഒരു കാര്യം എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? അവനെ മുനിസിപ്പാലിറ്റി ജപ്തി ചെയ്യാൻ പോവാത്രേ. അല്ല, അതോടെ അവന്റെ കച്ചവടം ഒതുങ്ങിക്കോളൂ. അവന്റെ അടുത്ത് പ്രാർത്ഥന മതിയാക്കിട്ടേ വേണമെങ്കിൽ വല്ലമൊന്ന് കഴിച്ചോളാൻ പറ. ഇന്ന് കൃഷ്ണനോട് 3-4 പരാതികൾ കൂടുതലുണ്ട്. ദിവസം കഴിയുന്തോറും ഏട്ടന്റെ പ്രാർത്ഥനയുടെ നീളം കൂടുക. ഭഗവാനേ, ഭക്തവത്സല. എന്തോ നടാ ഇത്? മനുഷ്യരെ പറ്റിച്ചത് പോരെ? അല്ലച്ചാ, തുടങ്ങിയാ പിന്നെ എനിക്ക് നിർത്താനൊക്കില്ല. ലയിച്ചിരുന്നു പോവും ഭഗവാന്റെ ഓരോ ലീലാവിലാസം. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? വല്ലതും തരാമെന്ന് പറഞ്ഞോ? അളിയൻ അവിടെ പോസ്റ്റിംഗ് കിട്ടിയിട്ട് വേണം എനിക്ക് ബ്ലോക്കിൽ അല്പ സജീവമായിട്ട് മുന്നേറാൻ. ഈ നാട്ടിൽ ഇനി ആരോടെങ്കിലും നീ കടം ചോദിക്കാൻ ബാക്കിയുണ്ടോടാ? നിന്നോടാ ചോദിച്ചത്. എടാ, 10,000 രൂപ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത ആ ഷേണായിയോട് നീ കടം ചോദിച്ചല്ലേ? 10,000 രൂപ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമല്ല. ഞാൻ 1000 രൂപ ഒന്നിച്ച് കണ്ടിട്ട് മാസങ്ങളോളമായി. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുക. കുടുംബത്തിന് സൽപ്പേര് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഒരു കാര്യം, ഞാൻ ഷേണായിയോടോ മാത്തുക്കുട്ടിയോടോ ആരോട് വേണമെങ്കിലും കാശ് കടം മേടിക്കും. പക്ഷെ അവിടെ നിങ്ങളുടെ മേൽവിലാസം ഉപയോഗിച്ച് കളയുമെന്ന് ഭയപ്പെടണ്ട. സ്വന്തമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടോ? ഉണ്ട്. സി പവിത്രൻ നായർ, പുത്തൻപുര, താഴേക്കുന്ന് പിയോ, കാലിക്കറ്റ്. തീർന്നോ? അത്രേ ഉള്ളൂ. ചെയർമാനും കമ്മീഷനും ഒക്കെ എന്നും എന്നെ സംശയം. അതിനെ കള്ള ബില്ലൊന്നും ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടില്ലല്ലോ. വെറുതെ കുതിര കയറാൻ വരരുത്. പവിത്ര, നീ പ്രഭേട്ടന്റെ ജോലി കളയാതിരുന്നാ മാത്രം മതി. ചേച്ചി, എന്നെ പോലുള്ള തുക്കട കോൺട്രാക്ടർമാർക്ക് സഹായം ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് ചേച്ചിയുടെ ഭർത്താവിന് നന്നായിട്ടറിയാം. അമ്മേ, ബുൾസയില്ലേ? ഇപ്പൊ കൊണ്ടുവരണം. കഴിക്കണില്ലേ? കുട്ടോ, ഓ, എന്താ മുഖത്ത് വല്ലാത്ത ക്ഷീണം? 2 ദിവസമായിട്ട് രാധാകൃഷ്ണൻ കുഞ്ഞിന് ഓട്ടം കൂടുതലായ മാന്നെ. ഓടി ഓടി കാശുവാരി കൂട്ടുന്നുണ്ടല്ലോ. നല്ല വഴി കൂടെ ആയാ മതിയായിരുന്നു. കാപ്പി. ആ, ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കും. അപ്പൊ എന്റെ കൂടെ പോരണം. ഓ, ആദ്യം കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെ,
ഇപ്പൊ കുഞ്ഞിന്റെ ചേട്ടന്റെ കൂടെ, ഇനി കുഞ്ഞിന്റെ കൂടെ. നമുക്ക് ഇതുപോലത്തെ ചക്കട വണ്ടിയൊന്നും വേണ്ട. വല്ല ഹോണ്ടയോ ഹോണ്ടസയോ എന്റെ കൂടെ ആകുമ്പോ നല്ല വെള്ള പാന്റും തൊപ്പിയൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിരിക്കണം. എന്താടാ വരുന്നോ? ഓ വരുന്നോന്ന്. എനിക്ക് 5-6 ലക്ഷം രൂപയുടെ വലിയ വണ്ടിയുണ്ട്, ബസ്. ഞാൻ അതിൽ പൊയ്ക്കോളാം. ഓ. കുത്തി കളിക്കുന്ന കരലിൽ കുറിയിട്ട തമ്പുരാട്ടി ചിലക്കാതെ പണിയെടുക്കടാ. നല്ല ആളാ. എന്നെ ചെറുത്താന്റെയും കടലിന്റെ ഇടയിൽ നിർത്തിയിട്ട് CP ഇന്നലെ മുങ്ങിയല്ലേ? ആ ഷേണായി കാശ് തന്നില്ലടോ. രാധാകൃഷ്ണേട്ടന്റെ കത്ത് കൊണ്ട് ചെല്ലാൻ. അല്ല, അയാൾ ഒഴിയാൻ പറഞ്ഞതാണ്. CP, ഓക്സിജൻ നിന്നാൽ രോഗി മരിക്കും. പണം ഇല്ലെങ്കിൽ നമുക്ക് പണി നിർത്താം. അയ്യോ, അത് പറ്റില്ല. പണിക്കാരൻ ഞാൻ കൈകാര്യം ചെയ്തോളാം. താൻ ഒരു കാര്യം അറിഞ്ഞോ? ആ പഴയ കമ്മീഷണർ ലീവിൽ പോയതല്ല. ഗുഡ് മോർണിംഗ് CP അണ്ണ. കുറച്ചുകൂടെ കൂടുതൽ ഇട്ടുണ്ട് പോടെ. ആ എന്താ പറഞ്ഞ? ലീവിൽ പോയതല്ല. ലീവിൽ പോയതല്ല, ട്രാൻസ്ഫർ ആയി പോയതാണ്. പുതിയ കമ്മീഷണർ ചാർജ് എടുക്കാൻ വരും. പഴയ കമ്മീഷണറുമായി ഉടക്കിയതോടെയാണല്ലോ നമ്മൾ കുഴിയിലായത്. തന്റെ അളിയൻ എഞ്ചിനീയർ ചെക്ക് മെഷർമെന്റിന് എപ്പോ വരും? അയാൾ തോന്നുമ്പോ വരട്ടെ. വർക്ക് പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് ബില്ല് പ്രിപ്പയർ ചെയ്ത് അയക്കണ്ടേ? ഞാൻ ഓവർസിയറെ കാണാൻ പോവാ. ഗോപി, ഇത് ശരിയാവില്ല. ഇത് ശരിയാവില്ല. റോഡിന്റെ നടുവിൽ ബോളർ ഇട്ടാൽ ശരിയാവില്ല. റോഡിന്റെ സൈഡിൽ ബോളർ ഇട്ടാ മതി. സൈഡിലെ ചെക്കിങ്ങിന് വരുമ്പോ അതല്ല, നടുക്ക് പദമുള്ള ഭാഗത്ത് ബോളർ ഇട്ടില്ലെങ്കിൽ വരുന്ന വാഹനങ്ങൾ പാതാളത്തിലേക്ക് പോകും. അതൊക്കെ ഈശ്വരന് വിട്ടുകൊടുത്താ മതി. സർവത്ര ബോളർ ഇട്ട് നീ എന്നെ ചിരട്ട എടുപ്പിക്കരുത്. ആദ്യം ഞാനൊന്ന് നന്നാകട്ടെ, പിന്നെ നമുക്ക് നാട് നന്നാക്കാം. ഞാൻ പറയുന്നത് ചെയ്താൽ മതി, ഓവറാക്കണ്ട. എന്താടാ? ആ പലചരക്കടക്കാരൻ തെറി വിളിക്കാൻ തുടങ്ങി. പതുക്കെ. കാശുള്ള സമയത്ത് കണക്ക് തീർത്തു കൊടുക്കാറുണ്ടല്ലോ. ഇനി ബില്ല് മാറട്ടെ. അതിന് എന്താ? മുനിസിപ്പാലിറ്റിയുടെ വക ഒരു റോഡ് റോളർ ജപ്തി ചെയ്യാൻ വിധി കിട്ടും. അത് വിറ്റിട്ട്. അപ്പൊ അടുത്ത കാലത്തൊന്നും നോക്കണ്ടല്ലേ? ബില്ല് മാറിയില്ലുള്ള കാര്യമാ പറഞ്ഞത്. CP, ഊണ് കഴിക്കാനെന്നും പറഞ്ഞു പോയിട്ട് ഇവിടെ അടുത്തങ്ങ് നല്ല ഹോട്ടലില്ലല്ലോ. എല്ലാരും 2.5 മണിക്കൂർ കഴിഞ്ഞാ എത്തിയത്. നാളെ മുതൽ നമുക്കൊരു മെസ്സ് തുടങ്ങിയാലോ? അതെ, അങ്ങനെ വല്ല ആലോചിച്ചാ പറ്റൂ. അരി ഞാൻ കൊണ്ടുവന്നരാം. പലവ്യഞ്ജനം ഇവിടെ ഏതെങ്കിലും കടയിൽ കടം കിട്ടുമോ? ഇനിയും കടം വാങ്ങിച്ചാ? അയ്യോ ഗോപി, ഞാൻ ഓർച്ചേരെ കണ്ടിട്ട് വരാം. അപ്പൊ പറഞ്ഞ പോലെ ബോളറ് നടുക്കിടണ്ട, സൈഡിൽ ഇട്ടാ മതി. ഈലൊക്കെ കുറച്ചിട്ടാ മതി, ചുമ്മാ കിട്ടൂല കേട്ടാ. ചെന്ന് ജോലി കാശ് കിട്ടുമ്പോ തരും. അതിന് ഇവിടെ പറഞ്ഞതാ. പൂച്ചയെ കൊമ്പ് വളയ്ക്കുമ്പോഴാ ചെന്ന് ജോലിയുടെ കാശൊക്കെ കിട്ടും. സാറ് പുറപ്പെട്ടോ? പാടില്ലേ? വിശദമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എഞ്ചിനീയർ സാർ വീട്ടിലില്ലേ? ഒക്കെ അവിടെ സംസാരിച്ചാൽ മതിയല്ലോ. ഈ ബന്ധവും അടുപ്പമൊന്നും എനിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യം ഇഷ്ടമല്ലെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ? ഒരു ഓവർസിയർക്ക് ഒരു എഞ്ചിനീയറെ മറികടക്കാൻ ഒക്കെയില്ലെന്ന് ഞാനും പറഞ്ഞിട്ടില്ലേ? അല്ല, മറി കടക്കാതെ തന്നെ ചില സഹായങ്ങൾ നടപ്പില്ല. എന്തോന്നാ ഒരു പൊതിയൊക്കെ? അല്ല, എനിക്ക് സാറിന്റെ കുട്ടികളെ വളരെ ഇഷ്ടമാണ്. ഒന്നുമില്ല, കുറച്ച് അലുവ, കുറച്ച് വാഴയ്ക്ക ചിപ്സ്. എടോ CP, 50 രൂപയുടെ ഹൽവയും ചിപ്സും കൊണ്ട് എന്നെ ഒതുക്കാമെന്ന് കരുതിയ താൻ എന്തൊരു മണ്ടനാടോ? അയ്യോ, എന്താ ഈ പറയുന്നത്? ഒതുക്കാനോ? ഇത് വെറും ഒരു സ്നേഹത്തിന്റെ. അതെ, അറവുകാരന് ആട്ടിൻകുട്ടിയോടുള്ള സ്നേഹം. എന്റെ പൊന്ന് സാറേ, കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ കടം വാങ്ങിയ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ബിൽ പ്രിപ്പറേഷനും ഉണ്ടാവും. കണ്ണടയ്ക്കുന്ന പണിയൊന്നും നടപ്പില്ല. അയ്യോ, അത് ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ? ഒന്നും ചെയ്യണ്ട. സ്വന്തം അളിയന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനൊക്കെ അല്ല, അത് ഈ അലുവ തന്നെത്താൻ തിന്നോ, തടിയെങ്കിലും നന്നാവട്ടെ. ഞാനിത് വീട്ടിൽ കൊടുക്കാം. വേണ്ട വേണ്ട. ഇല്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാനിത് കുട്ടികൾക്ക് കൊടുക്കും. മക്കളെ, CP മാമൻ വന്നിരിക്കുന്നു. ചേച്ചി, CP വന്നു. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അവിടെ നിക്ക്. അമ്പട കള്ള നടക്ക്. കുറെ നാളെ അച്ഛന്റെ മുമ്പിൽ മുങ്ങി നടക്കുന്നു. വെള്ളം ഉണ്ടാക്കല്ലേ. പാവം അച്ഛൻ. ഇത്തവണ പെൻഷൻ കാശ് കിട്ടിയിട്ട് എനിക്കൊരു സാരി വാങ്ങി തരാന്ന് പറഞ്ഞിരുന്നതാ. 1 മണിക്കൂർ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലേ ആ കാശും കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പൊ അച്ഛനെ പറ്റിച്ച് നടക്കുന്നു. നടക്ക്. നിനക്ക് സാരി പോരെ? എനിക്ക് സാരിയും വേണ്ട, ഒരു ഗാമിയും വേണ്ട. ഏട്ടനെ പിടിച്ച് അച്ഛനെ ഏൽപ്പിക്കാൻ നീ വാക്ക് കൊടുത്താ. നടക്ക്. അച്ഛാ, അച്ഛത്തെ കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടാ കണ്ണാടി എടുത്തു കളഞ്ഞത്? അതും കൂടെ വെക്കേ, അച്ഛൻ ഒന്ന് കാണട്ടെ. വെക്കടാ.
അവന്റെ ഒരു കൊടയും വടിയും ബാഗും ചന്ദനക്കുറിയും ഒരുമാതിരി കണിയാന്മാരെ പോലെ. എടാ, 1 മണിക്കൂറെന്നും പറഞ്ഞ് നീ വാങ്ങിച്ചിട്ട് പോയ കാശ് 5 ദിവസമായാലോടാ. ഇപ്പൊ കാശുമില്ല, നീയുമില്ല. ബില്ല് മാറട്ടച്ചാ. ആ, നിന്റെ ഈ ബില്ലെന്നുള്ള പല്ലവി നീ കേൾക്കണ്ട. അച്ഛാ, അപ്പോ ആ കാശും പോയി. ഇല്ലച്ചാ. എടാ, നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്. ഇതിലും നല്ല തൊഴിലതാ. അച്ഛൻ ഒരുമാതിരി തറയായിട്ട് എന്നെ കാണരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വലിയൊരു കോൺട്രാക്ടറായി മാറും. അതിനു വേണ്ടിയുള്ള തട്ടിപ്പൊക്കെ നന്നായിട്ട് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇനി ആ തട്ടിപ്പൊന്നും നീ പ്രത്യേകിച്ച് പരിശീലിക്കണ്ട. ജന്മനാ ദൈവം സഹായിച്ച് നിനക്കത് കിട്ടിയിട്ടുണ്ട്. എടാ, ഈ പേരും പറഞ്ഞ് നിന്റെ ഷെയർ പോലും നീ വിറ്റു തെളിച്ചില്ലേ? ഇനി നീ ചിരട്ടയെടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണേണ്ടി വരും. വേണ്ടച്ചാ, പടിപടിയായിട്ടുള്ള ഉയർച്ചയുടെ ആരംഭം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. CP&CPയുടെ റോഡ് റോളർ, CP&CP കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാറുകൾ, ജീപ്പുകൾ, ലോറികൾ, വാനുകൾ എല്ലാം ഈ മുറിക്കകത്തൂടെ അല്ല മുറ്റത്തൂടെ ചറ പറ പറ പറന്നോടുന്ന അച്ഛന് കാണാൻ പറ്റും. എവിടെ CP&CP? എന്നിട്ട് ആ, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ആ CPയുടെ C അങ്ങെടുത്ത് മാറ്റാമോ? നാട്ടുകാർ നിന്നെ പറയുന്ന തെറിയുടെ പാതി എനിക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ. അച്ഛാ, ഒരു ദിവസം ഞാൻ അഭിമാനഭാജനമായി എനിക്ക് മാറും. പോടാ. അവന്റെ ഒരു ഭാജനം. എന്താണ് നിൽക്കുന്നത്? ഒരു 100 രൂപ. രൂപയാ? ആ. ഇവൻ പോക്ക. ആ വിശ്വത്തിനോട് ചരലോട് അവരാ മനുഷ്യനായിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. കുമാരാ, എന്താ വെച്ച് ചുരണ്ടി എന്നാ പോരാ. ഇന്ന് പണി തീർത്ത് സ്ഥലം വിടണം. പത്രം വായിച്ചില്ലേ? എന്താ? CPയുടെ ചേട്ടൻ ഒരു ജഗൽ പാര തന്നെ. ശക്തമായ ബോംബ് സ്ഫോടനം മൂലമാണ് പാലം പൊളിഞ്ഞു പോയതെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നിയതെന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പേപ്പർ വായിച്ചില്ലേ? വായിച്ചു. വിശദമായ അന്വേഷണം വരട്ടെ. എന്ത് അന്വേഷണം? സകല കെട്ടും മൂപ്പര് കെട്ടി കഴിഞ്ഞിരിക്കും. ഗോപി, പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ശകലം മായം ചേർത്ത ബില്ല് എഴുതില്ല, ചെക്ക് തരില്ല. ഇത്രയും പേരുടെ ജീവൻ അപഹരിച്ചവൻ ശുദ്ധ മാന്യൻ. വായിക്കാൻ കണ്ടൊരു നേരം. നാട് ഓടുമ്പോ നടുവേ ഓടുക, അത്ര തന്നെ. എന്നെവിടാ ചോറ് വെപ്പ്? ഇവിടെ അടുത്തൊരു വീടുണ്ട്, പക്ഷെ അവിടത്തെ താടക സമ്മതിച്ചില്ല. CPയുടെ ആളാണെന്ന് പറഞ്ഞില്ലേ? എന്ത് കിണിക്കുന്നു? CPയുടെ ആഗോള പ്രശസ്തി അവരറിഞ്ഞ മട്ടില്ല. ഞാൻ പോയി സമ്മതം വാങ്ങിക്കുന്നത് കാണണോ? കാണാം. ഇത് വായിച്ചോണ്ടിരിക്കേ, വെറുതെ നിൽക്കല്ലേ. ആ, മുമ്പോട്ട് നിർത്തിയാട്ടെ. ആ, എത്ര പേര് അവിടെ കൂടിയിരിക്കുന്നത്? ഞാൻ CP നായർ, ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, റോഡ്സ് കോൺട്രാക്ടർ CP നായർ. ചേട്ടനോട് ഇല്ലല്ലോ. അല്ല, ഈ CP എന്ന് കേട്ടിട്ടില്ലേ? CP രാമസ്വാമി. അയ്യോ, അതല്ല, ഞാൻ വെറും CP. ചേച്ചിയുടെ ചേട്ടൻ എന്തായാലും എന്നെ അറിയും. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 30 lakhs ഞാനാണ് കോൺട്രാക്ടർ. ഈ ഹൗസിംഗ് കോളനി 60 lakhs അതും ഞാനാണ് കോൺട്രാക്ടർ. അങ്ങനെ പലതും. വർക്ക് സൂപ്പർവൈസർമാർ ഒരു 50 പേരുണ്ട്. 1000-നടുത്ത് തൊഴിലാളികൾ എന്റെ കീഴിൽ ഇടതടവില്ലാതെ പണിയെടുക്കുന്നുണ്ട്. കരാറുകാരനായിരിക്കും. അല്ല, മലയാളത്തിൽ അങ്ങനെ പറയും. ഞങ്ങൾക്കിവിടെ കരാറ് പണിയൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാൻ പണി അന്വേഷിച്ച് വന്നതല്ലേ. ഉള്ള പണി തന്നെ ചെയ്യാൻ എനിക്ക് തൊഴിലാളികളില്ല. അപ്പൊ തൊഴിലാളികൾ അന്വേഷിച്ച് വന്നതാ? അല്ല ചേച്ചി, എന്റെ തൊഴിലാളികൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അവരെ ഞാൻ ഹോട്ടലിലേക്ക് ഒന്നും അയക്കാറില്ല. അരിയും സാമാനങ്ങളും പാത്രങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുപ്പ് കൂട്ടാൻ ഒരിടം വൈകിപ്പോയി. എന്റെ സൂപ്പർവൈസർ ഒന്ന് ചോദിച്ചപ്പോ ചേച്ചി സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഇല്ല. എന്നെ ഒരു അനിയനായി കണക്കാക്കിയിട്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ചേച്ചി സമ്മതിക്കണം. നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ പാവം എന്റെ തൊഴിലാളികൾ വാടിപ്പോവും. ഒരേ 1 മണിക്കൂർ പ്ലീസ്. പ്ലീസ് പ്ലീസ്. ശരി, പെട്ടെന്ന് കഴിയണം. OS